പുനലൂർ വാളക്കോട് പാലത്തോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് റെയിൽവേ NOC നൽകുന്നത് വൈകുന്നു. ഇതുമൂലം ദേശീയപാത വിഭാഗത്തിന് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. നിലവിലെ പാലത്തോട് ചേർന്ന് മേൽപ്പാലവും നടപ്പാലവും നിർമ്മിക്കാനാണ് പദ്ധതിയുള്ളത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും ഇടുങ്ങിയ മേൽപ്പാലമാണ് പുനലൂർ വാളക്കോട്ടെ പാലം. ഇതിനോട് ചേർന്ന് പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് റെയിൽവേയുടെ NOC വൈകുന്നത്. ഇതിനാൽ പദ്ധതി മുന്നോട്ട് പോകാത്ത സ്ഥിതിയാണ്. റെയിൽവേയുടെ പച്ചക്കൊടി കിട്ടാത്തതിനാൽ ദേശീയപാത വിഭാഗത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഒരു നൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ചതും 4.5 മീറ്റർ വീതിയുള്ളതുമായ നിലവിലെ പാലത്തോട് ചേർന്ന് പുതിയ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാനുള്ള പദ്ധതി 6 മാസം മുൻപാണ് തയ്യാറാക്കിയത്. ഇതിനുള്ള ജനറൽ ഡ്രോയിങ് ആൻഡ് അലൈൻമെന്റ് റെയിൽവേക്ക് സമർപ്പിച്ചതായും റെയിൽവേയുടെയും ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന പൂർത്തിയാക്കിയതായും NK പ്രേമചന്ദ്രൻ MP അറിയിച്ചിരുന്നു. നിലവിലെ പാലത്തോട് ചേർന്ന് വടക്കുഭാഗത്തായി 5.5 മീറ്റർ വീതിയിൽ മേൽപ്പാലവും മറുഭാഗത്ത് കാൽനടയാത്രക്കാർക്കായി നടപ്പാലവും നിർമ്മിക്കാനാണ് പദ്ധതി. നിലവിലെ പാലത്തിന്റെ കീഴിലായി റെയിൽവേ നിർമ്മിച്ചിട്ടുള്ള തുരങ്ക സമാനമായ നിർമ്മിതിക്ക് മുകളിലൂടെ പാലം നിർമ്മിക്കാൻ റെയിൽവേ NOC നൽകിയാലേ ദേശീയപാതയ്ക്കും മരാമത്ത് വകുപ്പിനും തുടർ നടപടികൾ എടുക്കാൻ കഴിയൂ. 2024 ഒക്ടോബറിൽ NK പ്രേമചന്ദ്രൻ MPയുടെയും മുൻ MLA PS സുബാലിന്റെയും നേതൃത്വത്തിൽ പുനലൂരിൽ ചേർന്ന യോഗത്തിൽ നിലവിലെ പാലത്തിനോട് ചേർന്ന് 5.5 മീറ്റർ വീതിയിൽ സമാന്തരപാതയും 4.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇതിനായി 2025 ഏപ്രിലിൽ ദേശീയപാത അതോറിറ്റി 3.57 കോടി രൂപ അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ ദേശീയപാത വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എന്നാൽ പാലത്തിനടിയിലെ നിർമ്മിതിക്ക് മീതെ ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് സുരക്ഷിതമല്ലെന്ന റെയിൽവേയുടെ കണ്ടെത്തലിനെ തുടർന്ന് പദ്ധതി നടപ്പായില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.